ഇവിടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. മലയാളത്തിലെ മഹാകായനായ അക്ഷരപ്രതിഭയ്ക്ക് ലോകം വിട ചൊല്ലിയിരിക്കുന്നു. മലയാളികളുടെ ഗൃഹാതുരതയുടെയും അതുപോലെ തന്നെ നാട്ടുവെളിച്ചങ്ങളുടെയും എല്ലാം മറുവാക്കുകൂടിയായിരുന്നു MT എന്ന രണ്ടക്ഷരം. നമ്മളെല്ലാം മറന്നുപോയ, നമ്മളിൽ നിന്ന് മാഞ്ഞു തുടങ്ങിയ പല ബിംബങ്ങളും ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നത് MTയുടെ അക്ഷരങ്ങളിലൂടെയാണ്. ഒരു വടക്കൻ വീരഗാഥയിൽ ആരോമലും ചന്തുവും പടവെട്ടിയതും, പെരുന്തച്ഛനിൽ ഉളി ചലിച്ചതും പുത്രദുഃഖം പെരുകിയതും, മഹാബലവാനായ ഭീമസേനു വേണ്ടി കല്യാണ സൗഗന്ധികങ്ങൾ പൂത്തതും, പ്രണയത്തിൻ്റെയും ചാബല്യത്തിൻ്റെയും എല്ലാം നീരത്താമരകൾ വിടർന്നതുമെല്ലാം MTയുടെ അക്ഷരങ്ങളിലൂടെയായിരുന്നു. നമ്മളെല്ലാം പറഞ്ഞും പഴകിയും പരിചയിച്ചും കേട്ടുമെല്ലാം പഴകിയ വാക്കാണ്, പേരാണ്. എങ്കിലും ഈ നിമിഷം ഇതിലും ഉചിതമായ മറ്റൊന്നില്ല. അക്ഷരങ്ങളുടെയും മലയാളത്തിൻ്റെയും കഥകളുടെയും പെരുന്തച്ഛന് വിട. മലയാളത്തിലും സാഹിത്യത്തിലും ഒരിക്കലും നികത്താനാവാത്ത, ഒരിക്കലും നിറയ്ക്കാനാവാത്തൊരു ശൂന്യതയെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് MT കടന്നുപോകുന്നത്. കോഴിക്കോട് മാവൂർ റോഡിലുള്ള സ്മൃതിപഥത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരം ജ്വലിച്ചണങ്ങിയിരിക്കുന്നു. വിവരങ്ങളുമായി സ്മൃതിപഥത്തിൽ നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ചടങ്ങുകളെല്ലാം അവസാനിച്ചിരിക്കുന്നു. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? അതുല്യ, MT എന്ന രണ്ടക്ഷരം മാഞ്ഞു. പൂർണ്ണമായും അദ്ദേഹത്തിന്റെ ആത്മാവ് എല്ലാം ഘട്ടത്തിലേക്ക് എത്തി. ഇനി MT ഇല്ല എന്നുള്ളത് തന്നെയാണ്. MT ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ കൃതികളിൽ മാത്രമാണ്. വല്ലാത്തൊരു ശൂന്യതയാണ്. വാക്കുകൾ കിട്ടാതെ ഇടറിപ്പോകുന്ന ഒരു നിമിഷമാണ്. ഒരു അക്ഷരപ്രേമിയെ സംബന്ധിച്ച്, സാഹിത്യപ്രേമിയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഈ പ്രതിപദത്തിൽ MTയുടെ ഓർമ്മകൾ തനിച്ചാവുകയാണ്. കുട്ടാരയിൽ നിന്നും MT പടിയിറങ്ങിപ്പോയി ഇവിടത്തേക്ക് വന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്നും എല്ലാ സംസ്കാര ചടങ്ങുകളും പൂർത്തിയാക്കി 91 വർഷങ്ങൾ നീണ്ട വലിയ ആയുസ്, ആ വലിയ നിമിഷം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കി അദ്ദേഹം. പക്ഷേ മലയാളിക്ക് അക്ഷരങ്ങളെ പരിചയപ്പെടുത്തുക, സാഹിത്യത്തെ പരിചയപ്പെടുത്തുക, ലളിതമായ കഥകളിലൂടെ തന്റെ ജീവിത പരിസരങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ദൗത്യമായിരിക്കണം അദ്ദേഹത്തിന്റെ ജന്മോദ്ദേശ്യം എന്ന് തോന്നിച്ചമാറ്. സകല കർമ്മങ്ങളും പൂർത്തിയാക്കി സഫലമായി MTയുടെ മടക്കം, സുഹൃതമായൊരു ജന്മം ആ MT മടങ്ങുമ്പോൾ ഇനിയൊരു രണ്ടാം ഊഴമില്ല എന്ന് പറയുന്നു. ഒരുപക്ഷെ ജീവിതത്തിലുടനീളം ആൾക്കൂട്ടത്തിൽ തനിക്കുസം സഞ്ചരിച്ചിരുന്ന ആ MT ഇനിയിപ്പോൾ ആൾക്കൂട്ടത്തിന്റെ ഒരു സ്നേഹവായ്പ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മടങ്ങിയത്, ഇവിടേക്ക് എത്തിയത്. ഒരു ഔദ്യോഗിക ബഹുമതിയും വേണ്ട എന്ന് പറഞ്ഞിരുന്ന MTക്ക് മലയാളി സ്നേഹം കൊണ്ടും സർക്കാർ ആദരവ് കൊണ്ടും ഔദ്യോഗിക ബഹുമതികൾ സമർപ്പിച്ച ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. പൊതുദർശനം വേണ്ട എന്ന് പറഞ്ഞിരുന്ന MT വീട്ടിൽ സിതാരയിൽ കാണാനെത്തിയത് ആയിരക്കണക്കിന് ആളുകളാണ്. അതിൽ പണ്ഡിതനുണ്ടായിരുന്നു, പാമരനുണ്ടായിരുന്നു, സാധാരണക്കാരനുണ്ടായിരുന്നു, കൂലിപ്പണിക്കാരനുണ്ടായിരുന്നു, സമ്പന്നനുണ്ടായിരുന്നു, അക്ഷരങ്ങളെ പ്രണയിച്ചവരുണ്ടായിരുന്നു, ഏജൻസിക്കാരുണ്ടായിരുന്നു, അധികാരികളുണ്ടായിരുന്നു, സാധാരണ പൗരനുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലയാളിയോട് MT എത്രമാത്രം ആഴത്തിൽ കടപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിന്റെ ഒരു നേർസൂചന ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമുള്ള മുഹൂർത്തങ്ങൾ, ഇതുവരെയുള്ള മുഹൂർത്തങ്ങൾ നമുക്ക് മുമ്പിൽ സാക്ഷിയായിട്ടുണ്ട്. ഇന്നലെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ രാത്രി 10 മണിക്ക് ഈ ലോകത്തിന് ഇപ്പോൾ നമുക്ക് കാണാം. ഈ ഒരു ക്രിമിറ്റോറിയത്തിന്റെ പൊതുക്കുഴലിലൂടെ അവർ പുറത്തേക്ക് പോകുന്ന ഒരു രംഗത്തിലൂടെ നേരിട്ട് കാണാൻ കഴിയും. അങ്ങനെ MT ഇനി ഓർമ്മ മാത്രമാവുകയാണ് അദ്ദേഹം. സിതാരയിൽ നിന്ന് സ്മൃതിപഥത്തിലേക്കുള്ള അന്ത്യയാത്രയ്ക്കൊടുവിൽ
മാവൂർ റോഡിലെ ശ്മശാനത്തിൽ MT എന്ന അതികായൻ്റെ ഭൗതികദേഹം ചലിച്ചണങ്ങിയിരിക്കുന്നു. മലയാള സാഹിത്യത്തെ ലോകത്തിൻ്റെ തന്നെ നെറുകയിലേക്ക് എത്തിച്ച, അക്ഷരങ്ങളിലും താളുകളിലും മാത്രമല്ല അഭ്രപാളികളിൽ പോലും കാലത്തിനതീതമായ കഥകൾ നിറച്ചുവെച്ച മഹാപ്രതിഭ യാത്രയായിരിക്കുകയാണ്. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും പൊതുജനങ്ങളുടെ വലിയൊരു ജനാവലിയുമാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. കോഴിക്കോട് സിത്താര എന്ന അദ്ദേഹത്തിൻ്റെ വസതിയിലെ പൊതുദർശനത്തിലും വലിയ ജനബാഹുല്യം തന്നെ എത്തിച്ചേർന്നിരുന്നു. അവിടെ നിന്നും 5 മണിയോടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാവൂർ റോഡിലുള്ള സ്മൃതിപഥം എന്ന ശ്മശാനത്തിലേക്ക് എത്തിച്ചു. അവിടെ സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ ഔപചാരികമായ എല്ലാവിധ ബഹുമതികളും നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയൊരു രണ്ടാമൂഴമില്ലാതെ അക്ഷരങ്ങളിൽ മാത്രം ഓർമ്മകൾ ബാക്കി വെച്ചുകൊണ്ട് കാലത്തിനതിവർത്തിയായ കഥാപാത്രങ്ങളെയും കഥകളെയും സന്ദർഭങ്ങളെയും സമ്മാനിച്ചുകൊണ്ട് ഇങ്ങനെ മലയാളത്തിൻ്റെ കഥകളുടെ ഭീഷ്മാചാര്യൻ വിട പറഞ്ഞിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ചടങ്ങുകൾ നടക്കുന്ന സ്മൃതിപഥത്തിൽ നിന്ന് റിയാസ് KMR വീണ്ടും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളടക്കമുള്ളവർ അവിടെ നിന്ന് ഇപ്പോൾ മടങ്ങിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പ്രമുഖരെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പൊതുദർശനത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്ന നിരവധി പ്രമുഖരടക്കമുള്ളവരെല്ലാം തന്നെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിലും അദ്ദേഹത്തിന് അകമ്പടി വഹിച്ചിരുന്നു. എന്താണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഇപ്പോൾ പൂർത്തിയാക്കി എല്ലാം പതിയെ മടങ്ങുകയാണ്. ഇനിയിപ്പോൾ ഇതിന് തൊട്ടുചേർന്ന ഈ പ്രതിപഥത്തിൽ തന്നെയുള്ള ഹാളിൽ MPയുടെ അനുശോചന സമ്മേളനം, അനുശോചന യോഗം നടക്കുകയാണ്. അനുശോചന യോഗം അല്പസമയത്താണ് അതിനായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഇപ്പോൾ ആ ഹാളിലേക്ക് വർഷങ്ങൾ നീണ്ട സാഹിത്യ സപര്യയ്ക്കൊടുവിൽ അക്ഷരങ്ങളുടെ ഭീഷ്മാചാര്യൻ വിട പറഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. എല്ലാ കാലവും അധികാരത്തിൻ്റെ അഹന്തകൾക്കെതിരെ കഥാപാത്രങ്ങളിലൂടെയും കഥകളിലൂടെയും പ്രതികരിച്ച എഴുത്തുകാരനായിരുന്നു MT. നായകന്മാരെ എപ്പോഴും നന്മകളുടെ വിളനിലമാക്കിക്കൊണ്ട് മാത്രം ചിത്രീകരിച്ചിരുന്നു